നമസ്കാരം സാർ. കുംഭമേള ലോക പ്രശസ്തമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി പ്രശസ്തരായ വ്യക്തികൾ ഇതിനോടകം കുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ത്യയിലുടനീളം നല്ല തെറ്റായ രീതിയിലുള്ള ആശയങ്ങളാണ് പ്രചരിക്കപ്പെടുന്നത്. സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കുംഭമേള എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു ആചാരമാണ്. അത് നമ്മൾ എടുത്തു പറയുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ ദേശീയതയുടെയും ഒക്കെ ഭാഗമായിട്ട് ഉള്ള ഒരു ആചാരമായിരുന്നു. ഇത് വളരെ കാലം മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇപ്പം ആ ഒരു കുംഭമേള അല്ലെ 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന കുംഭമേള, ആ കുംഭമേളയെ അങ്ങനെ ആ ഒരു ദിവസത്തെ പറ്റിയുള്ള പ്രത്യേകത, ഈ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഈ കുംഭമേള ഒരു വലിയ കാര്യമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പൊ UP സർക്കാരും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും ശ്രമിച്ചപ്പോൾ അതിന് വിഘ്നം വരുന്ന രീതിയിലുള്ള സംസാരം അത് ലോകത്തുടനീളം അല്ല ഉണ്ടാവുന്നത്. ലോകത്തുടനീളം ഏതാണ്ട് 75 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ, പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രതിനിധികൾ കുംഭമേള എന്താണെന്ന് കാണുന്നതിനും അതിനെപ്പറ്റി പഠിക്കുന്നതിനും വന്നു കഴിഞ്ഞു. യുനെസ്കോ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെപ്പറ്റി പഠനം നടത്തി തുടങ്ങി. എന്നിട്ടും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അത് അവർക്ക് പോലും മനസ്സിലാവാത്ത കാര്യമാണ് ഹിമാലയത്തിൽ നിന്ന് ഡയറക്റ്റ് ഈ പറയുന്ന ആക്ഷേപിക്കുന്നവർ പറയുന്ന തുണി ഉടുക്കാത്തവരും ഭസ്മം വാരി ദേഹത്തിട്ടിട്ടുള്ളവരും വന്നിട്ട് ഈ കൃത്യമായ സമയത്ത്, അല്ലെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഒക്കെ വരെയാണ്ട് പ്രത്യേക ലൈനിൽ വരുമ്പോൾ ഉള്ള ഒരു മുഹൂർത്തത്തിൽ ആ 144 വർഷത്തിൽ ഒരിക്കൽ വരുന്നത് ഒരു ശാസ്ത്രവും പറഞ്ഞു കൊടുക്കാനില്ലാത്ത സന്യാസിമാരെന്ന് പറയുന്ന ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് കുളിക്കുന്നതും അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കുന്നതും എന്നതിനെ പറ്റി പഠിക്കുന്നതിനും അല്ലെങ്കിൽ അത് ലോകത്തുടനീളം ചർച്ചയാക്കുന്നതിനും കഴിഞ്ഞാണ് വിഷയം. ഇപ്പൊ നമ്മള് പറയുമ്പോ കുംഭമേളയെ ആക്ഷേപിക്കുന്നു. കുംഭമേളയെ ആക്ഷേപിക്കുന്നതിന് ആദ്യം തയ്യാറാവുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണെന്ന് പറയേണ്ടി വരും. ഇവിടുത്തെ ദേശീയ രീതിയിൽ BJP-യോട് മത്സരിച്ച് അല്ലെങ്കിൽ ഏതാണ്ട് 10-60 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയത എന്തെന്ന് അറിയണ്ട, ഇന്ത്യ മഹാരാജ്യം എന്തെന്ന് അറിയണ്ട, ഇന്ത്യയുടെ സംസ്കാരം എന്തെന്ന് അറിയണ്ട ഈ ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ഖാർഗെയാണ് പറഞ്ഞത് കുംഭമേളയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ. അപ്പൊ അത് ചർച്ചയായിട്ട് അവസാനം പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഖാർഗെയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഖാർഗെ അതിനകത്ത് പിൻവലിഞ്ഞത്. അത് ലോകത്തുടനീളം ചർച്ചയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. കുംഭമേളയിൽ കുടിച്ചാൽ പട്ടിണി മാറും. കുംഭമേളയിൽ കുടിച്ചാൽ പട്ടിണി മാറുമോ മാറത്തില്ലയോ എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ പട്ടിണി മാറുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പട്ടിണി മാറത്തില്ലെങ്കിലും ഈ ലോകത്തുടനീളമുള്ള ആൾക്കാർക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഗുണമില്ലെങ്കിലും ആ പ്രവൃത്തി ചെയ്യാൻ വരത്തില്ല. നിങ്ങൾ ഈ പറയുമ്പോ ആപ്പിൾ മേധാവിയുടെ ഭാര്യയാണെന്ന് തോന്നുന്നു, അവിടെ വന്നിട്ട് ഇത് കാണാൻ വന്നു. അവർ പിന്നെ ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറി. ലോകത്തുടനീളമുള്ള ഈ ചെറുതായിട്ട് കാണാൻ സാധിക്കാത്ത ലോകം വലുതായിട്ട് കാണുന്ന വലിയ വലിയ ബിസിനസ്സുകാർ, ലോക നേതാക്കന്മാർ, ഇന്ത്യയിലുടനീളമുള്ള നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ആൾക്കാർ അവിടെ പോയി കുളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ പട്ടിണി മാറത്തില്ലെങ്കിലോ, മനസമാധാനം കിട്ടത്തില്ലെങ്കിലോ, അതിനകത്തൊരു സുഖമില്ലെങ്കിലോ, കോമാളിത്തരം കാണിക്കാൻ നിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാർ അല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. നിങ്ങൾ ഈ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സന്യാസിമാർ അല്ലെങ്കിൽ തുണിയുടുക്കാത്തവർ, അവർക്കൊപ്പം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്ന് ഇതിനെ കുളിക്കുന്നേ. അവർ കോമാളി ആയിക്കോട്ടെ, ഇവര് പറഞ്ഞോട്ടെ ഇവിടുത്തെ സന്യാസിമാര് കോമാളിയാണ്, ഇവിടുത്തെ സംസ്കാരം കോമാളിയാണ്, ഇന്ത്യ പാമ്പുപിടുത്തക്കാരന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ പ്രാവിനെ പിടിച്ചു നടക്കുന്നവന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ ഇവന് സംസ്കാരമില്ല എന്നൊക്കെ ലോകത്തിന്റെ നെറുകയിൽ അവന്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്തിന് ലോകത്തിൽ നിന്ന് ആൾക്കാർ ഒഴുകി വരുന്നു? ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ നിന്ന് ആൾക്കാർ. അപ്പൊ വളരെ കൃത്യമായിട്ട് അതിനകത്തൊരു അജണ്ടയുണ്ട്. പക്ഷെ ആ അജണ്ടയൊന്നും പാസ്സാവാതെ പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ലക്നൌവിൽ ഈ നമ്മുടെ ഇദ്ദേഹം UP മുഖ്യമന്ത്രി പറഞ്ഞത് ഏതാണ്ട് 50 കോടി ജനം വന്നു കഴിഞ്ഞു, ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത് 45 കോടി എന്നാ. 45 കോടി ഇപ്പൊ 50 കോടിയായി. ഏതാണ്ട് 55 കോടി ജനം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഖാർഗെ ചോദിച്ചല്ലോ പട്ടിണി മാറുമോന്ന്. ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ ഇപ്പോൾ ഖജനാവിൽ വന്നു കഴിഞ്ഞു. ഞാൻ ചെലവാക്കിയത്, അല്ലെങ്കിൽ ഇവിടെ കുംഭമേളയ്ക്ക് വേണ്ടി, ഈ കുംഭമേള
എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി ആ തീർത്ഥാടനം എന്ന് പറഞ്ഞ കുളി എന്ന് മാത്രമേ ഉള്ളൂ അഖിലെ അർത്ഥം. ആ കുളി ഒരുക്കുന്നതിന് വേണ്ടി എന്റെ ഗവൺമെന്റ് ആൾക്കാർ പറയുന്നത് പോലെ ചെലവാക്കിയത് വെറും 15,000 കോടി രൂപയാണ്. അപ്പൊ ഇനിയും ദിവസം കിടക്കുകയാണ്. ഈ ദിവസത്തിനകത്ത് എത്ര കോടി ജനം വരുമെന്നറിയത്തില്ല, എത്ര വരുമാനം വരുമെന്നറിയത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കുംഭമേളയിൽ കുളിച്ചാലും പട്ടിണി മാറും. പട്ടിണി മാറും എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്കറിയാവോ, കുംഭമേളയില് നമ്മളെ പല്ല് തേക്കുന്ന ഈ വേപ്പിന്റെ തണ്ട് വിറ്റ് ഒരു പയ്യൻ കോടീശ്വരനായിട്ടുണ്ട്. അത് ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞത്. അതുപോലെ അവിടെ നിസ്സാരമായിട്ട് നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മോണാലിസ എന്ന് പറയുന്ന ഒരു കൊച്ചു, അതിന്റെ പേര് അങ്ങനെ തന്നെയല്ലേ, മോണലിസ, ഏതാണ്ട് ഒരു ആദിവാസി പെൺകുട്ടി, ലോക പ്രശസ്തി ആയിട്ടില്ലേ. അപ്പൊ ആ ലോക പ്രശസ്തി ആവുന്ന എന്തുകൊണ്ടാകിലേ, അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ എവിടെയൊക്കെ ചെന്ന് നിന്നാൽ ലോക പ്രശസ്തി ആവാൻ പറ്റുന്നുണ്ട്. ഇവിടെ വൈറലാവുന്നതിനും വേണ്ടി, പ്രശസ്തി ആവുന്നതിന് വേണ്ടി എന്തെല്ലാം ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. കുംഭമേള എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ ഒരു പെൺകുട്ടി മാലവിക്കാൻ വരികയും അതിന്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ ലോകം മൊത്തവും ചർച്ചയാവുകയും ചെയ്യുന്ന പറഞ്ഞാൽ ആ കുംഭമേള ലോകം വരെ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ ബോച്ചയുടെ പരിപാടിയിൽ ഉദ്ഘാടനത്തിനായി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷമാണ് ആ കുട്ടിക്ക് നൽകിയത്. ആ കുട്ടിയുടെ സ്വപ്നം കാണാൻ വയ്യാത്ത തുക. ഞാനീ പറഞ്ഞത്, ഈ കുംഭമേളയിൽ വന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ആദിവാസി പെൺകുട്ടി ലോകത്ത് ചർച്ചയാവേണ്ടി വന്നത് എന്താണ്? കുംഭമേള ലോകത്ത് ചർച്ചയാ. കുംഭമേള ഇവിടുത്തെ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചർച്ചയാ. ഇവിടുത്തെ ഈ കേരളത്തിലെ കുറെ ഈ പറയുന്ന സുഡാപ്പികളും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കാര്യത്തിനും എലക്ഷന്, അമ്പലം വരുമ്പം കുറിയെടുത്ത് നെറ്റിക്കിട്ട്, പള്ളി വരുമ്പോ കുരിശെടുത്ത് നെറ്റിക്കിട്ട്, അല്ലെങ്കിൽ മോസ്ക് വരുമ്പോ തൊപ്പി എടുത്തിടുന്ന ഈ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് കുംഭമേളയിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അല്ലെങ്കിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടില്ല. ഇതിനകത്തൊരു പ്രത്യേക അല്ലെങ്കിൽ ഒരു അജണ്ടയുണ്ട്. ഈ കുംഭമേള എന്ന് പറയുന്നത് ആർക്ക് വേണ്ട, അല്ലെങ്കിൽ ആരതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നോ അവരുടെ ഭാഗമാണ് ഞങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കുംഭമേളയിൽ ഇവർ പങ്കെടുക്കാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയയുടെ ഭാഗമായിട്ടല്ല നിൽക്കുന്നത്. ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ ദേശീയതയും ഇവിടുത്തെ കാര്യങ്ങളും ലോകത്തുടനീളം ചർച്ചയാകുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തുടനീളം വരെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇത്ര പ്രാധാന്യത്തോടു കൂടി, ഇതിന് ഇത്ര പ്രാധാന്യമുണ്ട്, ഇവിടുത്തെ യോഗയും ധ്യാനവും കുംഭമേളയും ഒക്കെ പ്രാധാന്യമുള്ളതാണ് എന്ന് ലോകത്തിന്റെ നിലവാരത്തിൽ ഏറ്റെടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെ പിറകോട്ടടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ്. ഒരുപക്ഷെ ഈ ഗാർഖെ പറഞ്ഞ കുംഭമേളയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ എന്നുള്ള വാചകം ഈ പറയാൻ ഉദ്ദേശിച്ചത് ഗാർഖെ കൊണ്ട് പറയിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറയാൻ ഉദ്ദേശിച്ചതും, അല്ലെങ്കിൽ ഇത് പറയണം എന്ന് തീരുമാനിച്ചതും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും, അല്ലെങ്കിൽ സോണിയാഗാന്ധി ആയിരിക്കും. ഇവരുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് അഭിപ്രായമില്ലല്ലോ. യു പിയിൽ നിന്ന് ഈ പറയുമ്പോൾ യു പിയിൽ യോഗിയെ നിരന്തരമായിട്ട് വിമർശിക്കുകയും യോഗിയോട് മത്സരിക്കാൻ നിൽക്കുന്നതുമാകട്ടെ അഖിലേഷ് ഉണ്ടായിരുന്നല്ലോ. അഖിലേഷ് എന്തായാലും അവിടെ പോയി ഒരു സന്യാസിമാര് കുളിക്കുന്ന പോലെ പുള്ളി കുളിച്ചത്, ഒരു തുണി ഉടുക്കാതെ പുള്ളി കുളിച്ചത്. എന്തിനാ അങ്ങനെ കുളിച്ചത്? അപ്പൊ അവിടെ കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ യു പിയിൽ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല, ഇന്ത്യയിൽ നിലനിൽപ്പില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇവരൊക്കെ ചോദിക്കുന്നത് പോലെ കുംഭമേളയിൽ കുളിച്ചാൽ പട്ടിണിയും മാറും, കുംഭമേളയിൽ പങ്കെടുത്താൽ പട്ടിണിയും മാറും, കുംഭമേളയിൽ പങ്കെടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവിടെ വരുന്ന സമ്പത്ത് കൊണ്ടും യു പി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു. നമ്മളുടെ GDP ഏതാണ്ട് 1% വർദ്ധിക്കുന്നു. അത്തരത്തിലേക്ക് ഒരു മഹാമേളയാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കുംഭമേള നടക്കുന്നുണ്ട്. അതിനെ ആർക്കും തടയാൻ പറ്റുന്നില്ല. ഒരു ഗാർഖയ്ക്കും തടയാൻ പറ്റത്തില്ല, ഒരു രാഹുൽ ഗാന്ധിക്കും തടയാൻ പറ്റത്തില്ല, ഒരു പ്രതിപക്ഷ നേതാവിനും ഒരു സുഡാപ്പിക്കും തടയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നടക്കുന്നു. ഇതിന്റെ പ്രാധാന്യം, ഇത്തരത്തിൽ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഈ സന്യാസിമാർ ലോക ശ്രേഷ്ഠരാണ് എന്ന് വിളിച്ചോതുന്നതിനും അത് പറയുന്നതിനും അത് ലോകത്തെ ചർച്ചയാക്കുന്നതിനും ഇന്ന് കഴിഞ്ഞിട്ടുള്ളത് യു പിക്കും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനുമാണ്. അത് ആരായാലും, രാഷ്ട്രീയം നമുക്ക് വിഷയമല്ല. ഞാൻ BJP കാരനുമല്ല, എനിക്ക് BJPയുടെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ ഇവിടുത്തെ സംസ്കാരം, ഇപ്പൊ അഖിലയ്ക്കൊരു സംസ്കാരമുണ്ട്, എനിക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു രാജ്യമുണ്ട്. ആ രാജ്യം ലോകത്തിന്റെ നിറകിൽ ചർച്ചയാവുന്നതും ആ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു നിൽക്കുന്നതിന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മളും ശ്രമിക്കേണ്ടത്. നമ്മൾ അതിന്റെ ഭാഗമാകണം. അപ്പൊ കുംഭമേളയിലും കുളിച്ചാലും, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം പിന്തുടർന്നാലും, ഇന്ത്യ ഉയർത്തി കാണിച്ചാലും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണവും പ്രത്യേക കാര്യങ്ങളുമുണ്ട് എന്ന് ചർച്ച ചെയ്യുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നാവും.
തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.